ഗുരുവായൂരിൽ സ്ഥാനാർത്ഥിയായതോടെ തന്റെ മാസ്റ്റർ പീസ് ഐറ്റം തന്നെ ബി ഗോപാലകൃഷ്ണൻ പുറത്തെടുത്തു. 48% ഹിന്ദുക്കളുണ്ടായിട്ടും ഇരു മുന്നണികളും ഹിന്ദു സ്ഥാനാർത്ഥികളെ നിർത്തുന്നില്ലെന്നായിരുന്നു ഗോപാലകൃഷ്ണന്റെ ആരോപണം. ഈ തീർത്ഥാടന കേന്ദ്രത്തോട് അല്പം പോലും താല്പര്യമില്ലാത്തവരാണ്. ഈ തീർത്ഥാടന കേന്ദ്രത്തെ ബോധപൂർവം ഇല്ലാതാക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഇവിടെ തെരഞ്ഞെടുക്കപ്പെടാൻ പലപ്പോഴും ഇടതും വലതും നിർത്തിയിട്ടുള്ളത്. നിലവിളക്ക് കൊളുത്തുന്നത് ഹറാമാണെന്ന് പ്രഖ്യാപിക്കുന്നവർക്ക് ഇത് അന്വേഷിക്കാൻ പറ്റില്ല. നിലവിളക്ക് കൊളുത്തുന്നത് ഹറാമാണെന്ന് പ്രഖ്യാപിക്കുന്നവർക്ക് ഗുരുവായൂർ ക്ഷേത്രത്തിന് ഇത്തരം കാര്യങ്ങൾ അന്വേഷിക്കാൻ താല്പര്യം ഉണ്ടാവില്ല. പക്ഷേ ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളിതൊക്കെ അന്വേഷിക്കും. ആരോപണത്തിൽ നിന്ന് ഒരു തരുമ്പും പിന്നോട്ടില്ല ടിയാൻ. ഇന്ന് വിവാദത്തെക്കുറിച്ച് വിശദീകരിക്കാൻ വിളിച്ച വാർത്താ സമ്മേളനത്തിൽ പുതിയൊരു ആരോപണം കൂടിയുണ്ട്. അതിങ്ങനെയാണ്: എനിക്ക് പരാതി ഒരു പ്രശ്നമേ അല്ല. ഞാൻ പറഞ്ഞതിൽ 100% വീണ്ടും 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 ഉറച്ചു നിൽക്കും. പരാതി കൊടുക്കുന്നവർക്ക് അത് തോന്നലുണ്ട്, അത് കഴമ്പുണ്ടെന്ന്. പരാതി കൊടുക്കട്ടെ, എനിക്കൊരു വിഷയമില്ല. ഞാൻ പറഞ്ഞതിനകത്തുനിന്ന് ഒരു ഇഞ്ച് ഞാൻ പുറകോട്ടില്ല. ഒരിക്കൽ കൂടെ ഞാൻ പറയുന്നു, ഞാൻ പറഞ്ഞല്ലോ, ഒരു പ്രമുഖ മുസ്ലിം പണ്ഡിതന്റെ യാത്രയിൽ ഈ ചാവക്കാട് ഇവിടുത്തെ അബ്ദുൽ ഖാദർ അടക്കം, ഇവിടുത്തെ പ്രതാപനടക്കം, ഇവിടുത്തെ മുഴുവൻ ഇടതുപക്ഷവും വലതുപക്ഷവും ക്യൂ ആയിരുന്നു. എന്തേ തിരുനാവായിലെ കുംഭമേളയിൽ ഒരാൾ തിരിഞ്ഞു നോക്കാഞ്ഞത്? എല്ലാവരെയും വിളിച്ചല്ലോ. എന്തുകൊണ്ട് തിരിഞ്ഞു നോക്കിയില്ല? എന്തുകൊണ്ട് തിരിഞ്ഞു നോക്കിയില്ലാന്ന്? അതാണ് മതേതരത്വം. ഇവിടെ പോകുന്നവർ അവിടെയും പോകണം. അപ്പം മതേതരത്വമാണ്. ബി ഗോപാലകൃഷ്ണന്റെ വിവാദ പരാമർശത്തിനെതിരെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രംഗത്തെത്തി. ജാതിയും മതവും പറഞ്ഞു വോട്ട് പിടിക്കുന്നത് BJPയുടെ രീതിയാണ്, നടപടിയെടുക്കേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണെന്നും വി ഡി സതീശൻ പറഞ്ഞു. പൊന്നാനി എന്ന് പറയുന്നത് കേരളത്തിലെ മുസ്ലിങ്ങളുടെ ആസ്ഥാനമാണ്, അല്ലേ? ഒരു മുസ്ലിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആസ്ഥാനമാണ്. അവിടെ ഹിന്ദു MLA-മാരാണ് ഉണ്ടായിരുന്നത്. പലപ്പോഴും ഗുരുവായൂരിൽ മുസ്ലിം MLA-മാരുണ്ടായിട്ടുണ്ട്. പല സ്ഥലത്തും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ കേരളത്തിൻ്റെ മതസൗഹാർദ്ദത്തിൻ്റെ ചില സവിശേഷതകളാണ്, ചില പ്രത്യേകതകളാണ്, സവിശേഷതകളാണ്. പിന്നെ BJPക്കാർ ഇത് പറയണതിൽ വല്ല അത്ഭുതം ഉണ്ടാവില്ല. ജാതി പറഞ്ഞ് മതം പറഞ്ഞ് അവർ വോട്ട് പിടിക്കുന്നത് അവരെപ്പോഴും അങ്ങനെയാണ് ചെയ്യുന്നത്. അതിലിപ്പോൾ എന്താ ഇത്ര അത്ഭുതം? അത് ഇലക്ഷൻ കമ്മീഷനാണ് നടപടിയെടുക്കേണ്ടത്. ഞങ്ങൾ പരാതിയും കൊടുത്തിട്ടുണ്ട്. വാർത്തയുടെ വിശദാംശങ്ങളുമായി ശ്രീജിത്ത് ശ്രീകുമാരനാണ് തൃശ്ശൂരിൽ നിന്ന് ചേരുന്നത്. ശ്രീത്തെ, ഗുഡ് ആഫ്റ്റർനൂൺ. ഒരു ജനാധിപത്യ പരമാധികാര മതേതര രാജ്യത്തിന്റെ ഏറ്റവും വലിയ ജനാധിപത്യ ഉത്സവമാണ് വോട്ടിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഈ പച്ച വർഗീയത പറയുന്നതിനപ്പുറമായി മറ്റൊന്നുമില്ലേ ബി ഗോപാലകൃഷ്ണന്റെ ആവനാഴിയിലെന്ന് നമുക്ക് തോന്നും. ഒപ്പം തന്നെ ഈ ഒരു കെണിയിലേക്ക് മറ്റു മുന്നണികൾ വീണോ എന്നൊരു തോന്നൽ കൂടിയില്ലേ? നേരത്തെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞ മറുപടി തന്നെയാണ് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട മറുപടി. പൊന്നാനിയുടെ MLA-യുടെ പേര്, കഴിഞ്ഞ തവണത്തെ MLA-യുടെ പേര് P. നന്ദകുമാർ എന്നായിരുന്നു. അതിന് മുൻപുള്ള MLA-യുടെ പേര് P. ശ്രീരാമകൃഷ്ണൻ എന്നായിരുന്നു. അവിടെയാണ് ഗുരുവായൂരിലെ MLA-മാരുടെ പേര് കൂടി ചേർത്ത് വെക്കേണ്ടത്. KV അബ്ദുൽ ഖാദറും അതുപോലെ തന്നെ ഇപ്പോൾ അക്ബറുമാണ് MLA. എന്തായാലും ഗോപാലകൃഷ്ണൻ ഉദ്ദേശിച്ചത് എന്തായാലും കുറച്ച് അധികം വരുന്ന ഹിന്ദു വോട്ടുകൾ ഈ മേഖലയിലുണ്ട്. അതെന്തായാലും തൻ്റെ ഈ ഒരു പരാമർശത്തിലൂടെ കുറച്ച് അങ്ങ് പിടിച്ചെടുക്കാമെന്നാണ് കരുതിയത്. അതുമാത്രമല്ല അതിൽ പ്രധാനപ്പെട്ട പ്രശ്നം, ആ ഒരു പരാമർശം നമ്മൾ ഓണർ കാണിക്കുന്നതിനോട് പോലും ഒരുപക്ഷെ വിയോജിപ്പ് പലർക്കും ഉണ്ടാകാം. അങ്ങനെ ഒരു പരാമർശം ഗോപാലകൃഷ്ണൻ നടത്താൻ കാരണം, ഗോപാലകൃഷ്ണൻ കൊടുങ്ങല്ലൂരായിരുന്നു സ്ഥാനാർത്ഥിയായി. ഗോപാലകൃഷ്ണൻ പ്രധാനമായും ആ മേഖലയിലായിരുന്നു പ്രവർത്തനം. കാരണം ഒന്ന് ചായ കുടിക്കാൻ പോലും, നമ്മളെവിടെ ഗോപാലകൃഷ്ണനെ വിളിച്ചു ചോദിക്കുന്ന സമയത്ത് ഒരു ചായ കുടിക്കാൻ പോലും ഗോപാലകൃഷ്ണൻ കൊടുങ്ങല്ലൂർക്ക് പോകുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ പെട്ടെന്ന് ഗോപാലകൃഷ്ണനെ അവിടെ നിന്ന് വെട്ടുകയായിരുന്നു. ആ സീറ്റ് പൂർണ്ണമായി കൃത്യമായ രീതിയിൽ അത് 2020 സ്ഥാനാർത്ഥിക്കായി. ഇപ്പോൾ ഉമ്മൻചാണ്ടിയുടെ മരുമകനായിട്ടുള്ള ഡോക്ടർ വർഗീസ് ജോർജാണ് അവിടെ NDA-യുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. അങ്ങനെ ആ സീറ്റ് പോയതോടുകൂടി അവിടെ ഒരു A ക്ലാസ് മണ്ഡലം എന്ന് വേണമെങ്കിൽ BJP വിലയിരുത്തിയ ഒരു മണ്ഡലമായിരുന്നു കൊടുങ്ങല്ലൂർ. അവിടെ നിന്ന് C ക്ലാസ് മണ്ഡലമായ ഗുരുവായൂരിലേക്ക് ഗോപാലകൃഷ്ണൻ വരികയാണ്. അപ്പോൾ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, ഇവിടേക്ക് വരുന്ന സമയത്ത് പെട്ടെന്ന് അറ്റൻഷൻ കിട്ടണമെങ്കിൽ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തിയാൽ മതിയാകുമെന്ന് അറിയാം. പക്ഷേ അദ്ദേഹം ഉറച്ചു നിൽക്കുകയാണ്. ആ ഒരു പരാമർശത്തിൽ പരാതി കൊടുത്തോട്ടെ എന്നാണ് പറയുന്നത്. മുൻപ് കോടതിയിൽ പോയി മാപ്പ് എഴുതി കൊടുത്ത ശീലം, അല്ലെങ്കിൽ മാപ്പ് പറഞ്ഞ ശീലമൊക്കെ ഗോപാലകൃഷ്ണൻ ഉണ്ട്. PK ശ്രീമതിയുമായി ബന്ധപ്പെട്ട് നടത്തിയ പരാമർശങ്ങളിലൊക്കെ തന്നെ മാപ്പ് പറഞ്ഞ ശീലമൊക്കെ ഉണ്ട്. അതാണ് എതിരാളികൾ സോഷ്യൽ മീഡിയയിൽ അടക്കം ചൂണ്ടിക്കാണിക്കുന്നത്. ഇനി വേണമെങ്കിൽ മാപ്പ് പറഞ്ഞു കൊള്ളാമല്ലോ എന്നാണ് പറയുന്നത്. എന്തായാലും പരാമർശത്തിൽ ഗോപാലകൃഷ്ണൻ ഉറച്ചു നിൽക്കണം. അതിൽ കൂടാതെ മറ്റൊരു പരാമർശം കൂടി ഇപ്പോൾ
ഇന്ന് കൂടുതൽ വർഗീയമായ പരാമർശം കൂടി ഗോപാലകൃഷ്ണൻ നടത്തിയിട്ടുണ്ട്. ഈ ഒരു മതപണ്ഡിതന്റെ, മുസ്ലിം മതപണ്ഡിതന്റെ പരിപാടിയിലേക്ക് അല്ലെങ്കിൽ പോകാൻ വേണ്ടി ഇവിടുത്തെ MLA-മാർ ക്യൂ ആയിരുന്നു ഉണ്ടായിരുന്നത്. അവരാരും തന്നെ കുംഭമേളയിലേക്ക് തിരിഞ്ഞു നോക്കിയില്ല എന്നാണ് പറയുന്നത്. ഈ സ്ഥാനാർത്ഥിയുടെ രാഷ്ട്രീയ മതം നോക്കണമെങ്കിൽ അത് നിങ്ങൾ മലപ്പുറത്തേക്ക് നോക്കുമെന്ന് പറയുന്നു. അങ്ങനെ പച്ചയ്ക്ക് വർഗീയത പറയുകയാണ്. എന്തെങ്കിലും ഒരർത്ഥത്തിൽ ഒരു നടപടി ഇലക്ഷൻ കമ്മീഷൻ എടുക്കുമെന്നാണ് ഈ ഒരു ഘട്ടത്തിൽ എതിർ സ്ഥാനാർത്ഥികൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും CPIM-ഉം കോൺഗ്രസും യൂത്ത് കോൺഗ്രസും ഒക്കെ പരാതി നൽകിയിട്ടുണ്ട്. പക്ഷേ ഗോപാലകൃഷ്ണൻ പിന്നോട്ടില്ല, പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഏതെങ്കിലും അർത്ഥത്തിൽ 10 വോട്ട് ആ മേഖലയിൽ കിട്ടുമോ എന്നാണ് ഗോപാലകൃഷ്ണൻ നോക്കുന്നത്. അതിലൊരു വിസിബിലിറ്റി സോഷ്യൽ മീഡിയയിലൂടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ചില ആളുകൾ, നമ്മളെ കേൾക്കുന്ന ആളുകൾ, നമ്മളും ഈ വർഗീയതയ്ക്ക് കുടപിടിക്കുകയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ ഒരു ഘട്ടത്തിൽ പോലും ജനാധിപത്യത്തിന് ഭൂഷണമല്ല എന്ന് അടിക്കുറിപ്പോട് കൂടിയാണ് നമ്മൾ ഈ വാർത്ത കൊടുക്കുന്നതെന്നാണ് പ്രേക്ഷകരോട് പറയാനുള്ള. അമൽ, ക്രിസ്റ്റീന. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.